ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ SIT കിട്ടിയെന്നുള്ളതാണ്. സ്വർണം ചെമ്പാക്കാൻ പത്മകുമാർ കൂട്ടുനിന്നു എന്നാണ് പറയപ്പെടുന്നത്. ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങൾക്ക് നിർണായകമായ പങ്ക് അതിലുണ്ട്. തെളിവുകൾ SIT പിടിച്ചെടുത്ത മിനിറ്റ്സ് രേഖകളിലാണ് എന്നാണ് പറയുന്നത്. പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നും കണ്ടെത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ പലയാവർത്തി ശ്രമിക്കുന്നു അന്വേഷണ സംഘം. പക്ഷേ പത്മകുമാർ അതിനൊക്കെ ഒഴിവുകഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഇന്നിപ്പോൾ വീണ്ടും നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഹാജരാവാൻ. ഇന്നും പക്ഷേ ഹാജരാവുന്നില്ലെങ്കിൽ പോയി കസ്റ്റഡിയിലെടുക്കാൻ പ്ലാനുണ്ട് അന്വേഷണ സംഘത്തിന് കേൾക്കുന്നുണ്ട്. എന്തായാലും അതിനു മുമ്പ് ഈ SIT പിടിച്ചെടുത്ത രേഖകളിൽ മിനിറ്റ്സിൽ അടക്കം രേഖാപരമായ തെളിവുകളിൽ സ്വർണം ചെമ്പാക്കാൻ പത്മകുമാർ കൂട്ടുനിന്നു എന്ന് SITക്ക് വ്യക്തമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ പത്മകുമാറിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ഈ കണ്ടെത്തൽ വെച്ചിട്ട് ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങൾക്ക് നിർണായകമായ പങ്ക് അതിലുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലടക്കം ചില സൂചനകളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. തെളിവുകൾ SIT പിടിച്ചെടുത്ത മിനിറ്റ്സ് രേഖകളിലാണ്. അരുൺരാജ് ചേരുന്നു. അരുൺ, പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നാണ് കണ്ടെത്തൽ. എന്തു നേട്ടങ്ങളാണ് SIT പറയുന്നത്? മിനിറ്റ്സിൽ ഈ പത്മകുമാർ സ്വർണം ചെമ്പാക്കാൻ കൂട്ടുനിന്നതിന്റെ സാക്ഷ്യങ്ങൾ എന്താണ് അരുൺ? ഹാഷ്മി, പത്മകുമാറിന്റെ കുരുക്ക് മുറുക്കുന്നതാണ് SITക്ക് മുമ്പാകെ എത്തിയിരിക്കുന്ന തെളിവുകൾ. SIT പിടിച്ചെടുത്ത തെളിവുകളിൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഈ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് SIT മനസ്സിലാക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2019 ബോർഡിന്റെ മിനിറ്റ്സ് രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ ബോർഡിന്റെ മിനിറ്റ്സ് രേഖകളിലടക്കം കൃത്യമായി ഈ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയാണ് പുറത്തേക്ക് കൊണ്ടുപോയത്. അന്ന് ഈ ബോർഡ് പ്രസിഡന്റായിരുന്ന ഈ പത്മകുമാർ അടക്കമുള്ളവർ, ബോർഡ് അംഗങ്ങളും അടക്കമുള്ളവർ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായ ബോധപൂർവമായ ധാരണ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ SIT വ്യക്തമാക്കുന്നത്. ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ നിർണായക പങ്കുണ്ട് എന്ന് SIT മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ കൂടുതൽ നടപടിയിലേക്കും കൂടുതൽ പേർക്കെതിരെ അന്വേഷണത്തിലേക്കും ആക്ഷനിലേക്കും അടക്കം ദേവസ്വം ബോർഡ് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി സമ്പാദ്യം, അത് നേട്ടം, സമ്പത്ത് ഉണ്ടാക്കി എന്നുള്ള നിർണായകമായ കണ്ടെത്തലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും പറയുന്നത് ഈ പത്മകുമാറിന്റെ ഒരു ബിനാമിയായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിച്ചു എന്ന സംശയമാണ് SITക്ക് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മൊഴികളാണ് നേരത്തെ ഈ പിടികൂടിയവരിൽ നിന്നും അതുപോലെ തന്നെ അറസ്റ്റിലായവരിൽ നിന്നും അടക്കം SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ കൂടി SIT പിടിച്ചെടുത്ത സാഹചര്യത്തിലാണ് പത്മകുമാറിന്റെ പങ്ക്, പത്മകുമാറിന്റെയും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ഇക്കാര്യത്തിലുള്ള കൂടുതൽ തെളിവുകൾ ഇപ്പോൾ SITക്ക് മുമ്പാകെ എത്തിയിരിക്കുന്നത്. പത്മകുമാർ അറസ്റ്റ് അനിവാര്യമാണെന്നും അറസ്റ്റ് ഉണ്ടായാൽ അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നും SIT മനസ്സിലാക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് വെറും ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ ജീവനക്കാർ, ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് കൃത്യമായ ധാരണയും അറിവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് SITക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ. പ്രധാനമായ തെളിവുകൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പിടിച്ചെടുത്ത രേഖകളാണ്. നേരത്തെ ഈ രേഖകൾ നൽകുന്നതിലടക്കം വലിയ ഒരു കാലതാമസം ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്നു. ഇത് പിന്നീട് SIT പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും പിടിച്ചെടുത്ത രേഖകൾ കേസിന് ഏറെ നിർണായകമാകുന്നു എന്നുള്ളതാണ് SIT ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും പത്മകുമാറിന്റെ അറസ്റ്റ് ഇപ്പോൾ പത്മകുമാറിനോട് ഹാജരാവാൻ ആവശ്യപ്പെടുന്നുണ്ട് SIT. പലയാവർത്തി ഓരോരോ ഒരുപക്ഷെ ജനുവനായി ഇപ്പോൾ അടുത്ത ബന്ധുവിന്റെ മരണമടക്കം ജനുവനായ കാരണങ്ങൾ തന്നെയാവാം. പക്ഷേ ഇന്നും എന്തായാലും അദ്ദേഹം ഹാജരാവാൻ തയ്യാറല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഈ കാര്യങ്ങൾ പത്മകുമാറിനോട് ചോദിക്കാതെ ഇതിൽ നിർവാഹമില്ല എന്ന അവസ്ഥ തന്നെയല്ലേ ഈ കണ്ടെത്തൽ കാണുമ്പോൾ മനസ്സിലാവുന്നത് അരുൺ? ഹാഷ്മിനി, SITക്ക് ഒരു പടി മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യണം, പത്മകുമാറിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കണം, വിവരങ്ങൾ തേടുകയും ചെയ്യണം. അല്ലാതെ SITക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ജയശ്രീ വെറും ഒരു ഡമ്മി കഥാപാത്രം മാത്രമായിരുന്നു എന്നുള്ളതാണ് SIT മനസ്സിലാക്കുന്നത്. പത്മകുമാറിന്റെ ആജ്ഞയ്ക്കും ഇച്ഛയ്ക്കും അനുസരിച്ച് ജയശ്രീ പ്രവർത്തിച്ചു. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും നിർദ്ദേശാനുസരണമാണ് ഈ ജയശ്രീ ഇക്കാര്യത്തിൽ ഒരു നടപടിയും അതുപോലെ തന്നെ ഈ ഓർഡറുകളും അടക്കം പുറപ്പെടുവിച്ചത് എന്നുള്ളതും SIT മനസ്സിലാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില മൊഴികൾ കൂടി SITയുടെ പക്കലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സുധീഷ് കുമാർ അടക്കം നൽകിയിരിക്കുന്ന മൊഴി, അതിൽ വളരെ കണ്ണിങ് ആയ ചില വിവരങ്ങളുണ്ട്. മുരാരി ബാബുവിന്റെ മൊഴിയിലും ചില വിവരങ്ങൾ പത്മകുമാറിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാർ ഈ കേസിലെ ഒരു കിൻ പിന്നായി മാറുന്നുണ്ട്. സ്വാഭാവികമായും ഈ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ അനിവാര്യമായി SITക്ക് മുമ്പാകെ എത്തിയിരിക്കുകയാണ്. ഞാൻ അല്പസമയം മുമ്പ് SITയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പത്മകുമാർ ഈ കേസിൽ ഏതൊക്കെ രീതിയിൽ ഇടപെട്ടു, ഏതൊക്കെ രീതിയിലാണ് പത്മകുമാറിന്റെ ഈ ബന്ധം ഈ കേസുമായി ഖണ്ഡിക്കുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത്, ഇതുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും മുഴുവൻ തെളിവുകളും തങ്ങളുടെ പക്കൽ ഇപ്പോഴുണ്ട്. കോടതിക്ക് മുമ്പാകെ ഈ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് അറസ്റ്റിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിക്കുക. അതുമായി ബന്ധപ്പെട്ട രേഖകൾ തങ്ങൾ എവിടെയും ഹാജരാക്കും എന്നുള്ളതാണ്. അത്രയും കടുപ്പിച്ച് SIT പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും SITക്ക് ലഭിച്ച വിവരങ്ങൾ അത്ര ഷാർപ്പുള്ളതാണ്, അത്ര കൃത്യതയുള്ളതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ സ്വർണം അവിടെ നിന്ന് ചെമ്പെന്ന് രേഖപ്പെടുത്തി ദേവസ്വം ബോർഡ് മിനിറ്റ്സിലടക്കം അത് ഒപ്പുവെച്ച് അത് പുറത്തേക്ക് ഉദ്യോഗസ്ഥർ വഴി അത് പുറത്തേക്ക് കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അത് പുറത്തുവിറ്റ് സാമ്പത്തിക നേട്ടം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡിലെ ജീവനക്കാരും അടക്കം ഉണ്ടാക്കി എന്നുള്ളതാണ് SIT പറയുന്നത്. അത് വലിയ ഗൂഢാലോചന ഈ കേസിലുണ്ട്. ഈ സ്വാഭാവികമായി കേസുകളിൽ ഗൂഢാലോചന തെളിയിക്കാനാണ്. പക്ഷേ ഈ കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ SIT കഴിയുന്നുണ്ട് എന്നുള്ളതാണ് SIT പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസ് കൂടുതൽ ഗൗരവ സ്വഭാവത്തിലും കൂടുതൽ വേഗത്തിലും എത്തുന്നു. ഈ കേസ് കൂടുതൽ ഉദ്യോഗസ്ഥരിൽ നിന്നപ്പുറം ഈ ദേവസ്വം ബോർഡ് മെമ്പർമാരിലേക്ക് എത്തുന്നു. ശങ്കർദാസിന്റെ അടക്കം പങ്ക് ഈ കേസിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും SIT നിലവിൽ പോകുന്ന രീതി അനുസരിച്ചാണെങ്കിൽ ശങ്കർദാസിനെയും വിളിച്ചു വരുത്തി ഈ കേസിലേക്ക് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശങ്കർദാസിന്റെ അടക്കം എത്രത്തോളം പ്രാധാന്യമുണ്ട്, ശങ്കർദാസിന്റെ മൊഴി എത്രത്തോളം രേഖപ്പെടുത്തണം എന്നീ കാര്യങ്ങളിലൊക്കെ നേരത്തെ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസ് ഇനി എങ്ങനെയാണ് പോകുക, അത് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പത്മകുമാർ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടുപോയത് ചെമ്പുവാളി തന്നെയാണ്, സ്വർണ്ണപ്പാളി അല്ല എന്ന് ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഉറച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വർണ്ണപ്പാളി ഒന്നുമല്ല, ചെമ്പുവാളി തന്നെയാണെന്ന് പറഞ്ഞു. പിന്നീടാണ് വിജയമല്യ കട്ടയ്ക്ക് സ്വർണ്ണം അടിച്ചു കൊടുത്തതിന്റെ രേഖകളും വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പോഴും പത്മകുമാർ പറഞ്ഞുകൊണ്ടിരുന്നത് അത് വ്യക്തതയില്ല, ചെമ്പുവാളി തന്നെയാണെന്ന് എന്റെ ധാരണ എന്ന് പത്മകുമാർ പറഞ്ഞുകൊണ്ടിരുന്നു. മാത്രമല്ല പോറ്റി മേലയച്ച സംഭവം ഉണ്ടായപ്പോൾ പോറ്റി മേലയച്ച കാര്യമൊന്നും എനിക്കൊന്നും അറിയില്ല, ഞാൻ എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല, നോക്കാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി തുടക്കം മുതൽ തന്നെ നിഷ്കളങ്കത നടിക്കുകയായിരുന്നു. പോറ്റിയെ എനിക്ക് കാര്യമായി അറിയുപോലുമില്ല എന്ന തരത്തിലായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം. പക്ഷേ മിനിറ്റ്സ് രേഖകൾ പുറത്തു വരുമ്പോൾ അങ്ങനെയല്ല. സ്വർണം കൃത്യമായി ചെമ്പായതല്ല, ചെമ്പാക്കിയതാണ്. ചെമ്പാക്കിയതിൽ പത്മകുമാറിനടക്കം പങ്കുണ്ട്. ചെമ്പാക്കിയത് വഴി വലിയ നേട്ടങ്ങൾ, ബെനഫിറ്റ്സ് ഉണ്ടായി എന്ന് തന്നെ കൃത്യമായി വ്യക്തമാക്കുന്ന രേഖകൾ തന്നെയല്ലേ SITയുടെ പക്കലുള്ളത്? അരുൺ, ഹാഷ്മി, ഒരു കേസിൽ ഒരു കള്ളൻ പിടിക്കപ്പെട്ടാൽ ഏതൊക്കെ രീതിയിൽ ഉരുളും, ആ രീതിയിലൊക്കെ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ പത്മകുമാർ ഒഴിവുകൾ പറയുകയായിരുന്നു, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയിലായിരുന്നു. പക്ഷേ ഓരോരോ രേഖകൾ, ആദ്യം ദേവസ്വം ബോർഡ് വിജയമല്യ സ്വർണം പൂശിയതിന്റെ മുഴുവൻ രേഖകളും അത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മാറ്റിവെക്കുന്ന സംഭവം അടക്കമുണ്ടായി. ഒടുവിൽ അത് ദേവസ്വം ബോർഡിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന് SIT പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് അത് സ്വർണ്ണമാണ്, എത്ര അളവിൽ ശബരിമലയിൽ സ്വർണം പൂശിയെന്ന് SITക്ക് വിവരം ലഭിക്കുന്നത്. ഇതിന് പിന്നാലെ ഈ രേഖകൾ എങ്ങനെയാണ് കൃത്രിമം നടന്നത്, സ്വർണം പൂശിയ ഓരോ പാളികളും പുറത്തേക്ക് പോയപ്പോൾ രേഖകളിൽ മാത്രം അത് ചെമ്പായി മാറി. ആ ചെമ്പെന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് പോയതിൽ കൃത്യമായി ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരെ ട്രാപ്പിലാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇടപെടൽ നടത്തി. SIT പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ബോർഡ് അംഗത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ബോർഡിന്റെയോ അനുമതിയില്ലാതെ ഒരു കാര്യങ്ങളും ദേവസ്വം ബോർഡിൽ നടക്കില്ല. അതാണ് ദേവസ്വം ബോർഡ് ചട്ടം. ഉദ്യോഗസ്ഥർക്ക് സ്വന്തം രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിൽ ജയശ്രീ ഒരുപക്ഷെ ഈ കേസിലേക്ക് മാപ്പുസാക്ഷിയാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആവുമെങ്കിൽ ഈ കേസിൽ സുപ്രധാനമായ ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുമെന്നാണ് SIT മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ SIT നമ്മളോട് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ SIT നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾക്കപ്പുറം ഈ കൂടുതൽ കാര്യങ്ങൾ SITക്ക് മുമ്പാകെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുമ്പോഴടക്കം വ്യക്തമാകുന്നത്. എത്ര കിലോഗ്രാം പൂശി, എത്ര കിലോഗ്രാം പുറത്തേക്ക് പോയി, നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന വാർത്തയുണ്ടായിരുന്നു. കാരണം കോടതിയുടെയും എത്ര കിലോഗ്രാം പുറത്തേക്ക് പോയി, ഇത് കവർ ചെയ്ത പണം പോറ്റിക്കൊണ്ട് വിറ്റ ഈ പറഞ്ഞ ഗോവർദ്ധൻ എന്നൊക്കെ വിറ്റു, അതിൽ നിന്ന് പണം കിട്ടി എന്ന കവർച്ച കേസിനൊക്കെ അപ്പുറം ദാ നോക്കൂ, ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ദേവസ്വം ബോർഡിനെ, ആ ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ കാവലേൽപ്പിച്ചു കൊടുക്കുകയാണ്. കാവലേൽപ്പിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പൊളിറ്റിക്കൽ നോമിനികൾ കട്ട 1-ാം നമ്പർ ആൾ N വാസു അകത്ത് കിടക്കുന്നു. രണ്ടാമത്തെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഇതിൽ പോറ്റിയുമായി ചേർന്ന് എന്തോ ബെനിഫിറ്റ് ഉണ്ടാക്കിയെന്ന് SIT കണ്ടെത്തുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിന് വക്കൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രം കൊള്ളയടിക്കാൻ ഈ പൊളിറ്റിക്കൽ നോമിനികൾ കൂട്ടുനിന്നു എന്ന് പറയുന്നത് ആ കവർച്ചാ കേസിനേക്കാളൊക്കെ പല മടങ്ങ് ഭീകരാവസ്ഥയിൽ ഡയമെൻഷൻ ഉള്ളതാണ്. അരുൺ, കാവൽക്കാർ സ്വർണം കട്ടു, അതാണ് ഹാഷ്മി ഏറ്റവും സിമ്പിൾ. അല്ലെങ്കിൽ ആരെയാണോ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചത് അവർ സ്വർണം കട്ട് തിന്നുകയായിരുന്നു എന്നുള്ളതാണ് SIT തന്നെ വ്യക്തമാക്കുന്നത്. SITയോട് സംസാരിച്ചപ്പോൾ, SIT ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ആദ്യം മുതൽ പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല ഇക്കാര്യത്തിൽ പങ്ക്, ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് പങ്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം എവിടം വരെ പോകുമെന്ന കാര്യത്തിൽ പോലും നമുക്ക് ആശങ്കയുണ്ട്. കാരണം ഒരുപക്ഷെ ഇത് ഒരു പടി കൂടി കടന്ന് പത്മകുമാർ കഴിഞ്ഞ് പുറത്തേക്ക് പോയാൽ അത് SITയെ സംബന്ധിച്ച് അത് വലിയ പരുങ്ങലിലേക്കടക്കം കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഓരോരുത്തരെയാക്കി പ്രതിപട്ടികയിലേക്ക്
കൊണ്ടുവന്ന് ചോദ്യം ചെയ്താൽ അതിൽ കുരുങ്ങാൻ പോകുന്നത്, അതിൽ പ്രതിപട്ടികയിലേക്ക് എത്തുന്നത് CPM-ന്റെ നോമിനികളാണ്, CPI-യുടെ നോമിനികളാണ്, സർക്കാർ കൂടി സമ്മർദ്ദത്തിലാകും. അത്രയുമധികം സാഹചര്യം ഈ കേസിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഇനി നോക്കിക്കാണണം. അതൊരു വശത്ത് നിൽക്കുമ്പോഴും SIT വളരെ കാര്യക്ഷമമായി ഈ കേസ് അന്വേഷിക്കുന്നുവെന്ന് പറയാതിരിക്കാൻ തരമില്ല. കാരണം ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യണമെന്ന് തീരുമാനമെടുക്കുമ്പോൾ SIT-ക്ക് മുമ്പാകെ ഉണ്ടായിരുന്ന വളരെ ചുരുക്കം ചില തെളിവുകളായിരുന്നു. പക്ഷേ ഇന്ന് അവർ നിൽക്കുന്നത് വളരെ സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള തെളിവുകൾ അവരുടെ പക്കലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ പറയുന്ന പ്രകാരം ഒന്ന്, ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ച കത്തുകൾ, ഈ സ്വർണം ചെമ്പത് രേഖപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോയതിന്റെ രേഖകൾ, അതിൽ ആരെയൊക്കെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്, ആരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഉദ്യോഗസ്ഥർക്ക് ഇവരെ നിർദ്ദേശം കൊടുത്തതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് കൃത്യമായ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ SIT മനസ്സിലാക്കുന്നത്. അതിന്റെ കൃത്യമായ തെളിവുകൾ, അതിന്റെ ഫോൺ ഡീറ്റെയിൽസ് അടക്കം SIT ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ആ രേഖകൾ കൂടി ഒരുപക്ഷെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജയശ്രീ മാപ്പ് സാക്ഷിയാവുകയാണെങ്കിൽ ഈ കേസിൽ വലിയ തെളിവുകൾ, വലിയ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരും. അതൊരു പക്ഷേ നമ്മൾ കേട്ടതിനപ്പുറമായിരിക്കും. ഈ സ്വർണം മാത്രമാണോ, അതിനപ്പുറമുള്ള കാര്യങ്ങളുണ്ടോ, സ്വർണത്തിൽ ഇതിൽ കൂടുതൽ അളവുകളുണ്ടോ എന്നീ കാര്യങ്ങളിലും ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള, പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള വളരെ ശക്തമായ തെളിവുകൾ SIT-യുടെ പക്കലേക്ക് ലഭിച്ചിരിക്കുന്നു, SIT-ക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഉത്തരവിലടക്കം ഈ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങൾ ശങ്കർദാസ് അടക്കമുള്ള അംഗങ്ങളിലേക്ക് അന്വേഷണം നീളുമെന്ന വ്യക്തമായ സൂചന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശങ്കർദാസ് അടക്കമുള്ളവരുടെ പങ്കിനെ പറ്റി SIT സംശയിക്കുന്നത് എന്താണ്, അരുൺ രാജ്? അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നേരത്തെ ആ ഉദ്യോഗസ്ഥ കോടതിയിലേക്ക് പോകുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അത് തള്ളപ്പെട്ടുവെങ്കിൽ അവർ പറഞ്ഞത് ഞാനൊരു ഉദ്യോഗസ്ഥ മാത്രമാണ്, ആ ഉദ്യോഗസ്ഥയായി ആയ ഞാൻ ഇതൊക്കെ ചെയ്തത് എൻ്റെ എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റിന് ഞാൻ മാത്രമല്ല അവരുണ്ട് എന്ന് പറയുന്നത് ന്യായമല്ലെങ്കിൽ കൂടിയും ഞാൻ എൻ്റെ മേലാവിൽ നിന്നുള്ള ഉദ്ദേശം ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കൽ മാത്രമായിരുന്നു എന്നാണ് കോടതിയോട് ആ ജാമ്യാപേക്ഷയിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എക്സാക്ട്ലി ഈ ആ ദേവസ്വം ബോർഡ് ഒന്നടങ്കം ഈ കാട്ടുകൊള്ളയിൽ പങ്കാളികളായിരുന്നു എന്ന ഞെട്ടിക്കുന്ന സ്ഥിരീകരണം പുറത്തേക്ക് വരുന്ന മണിക്കൂറുകളാണോ അരുൺ? ഹാഷ്മി, തീർച്ചയായും നമ്മൾ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രതിയാകുമെന്ന വാർത്ത ഞാനാണ് കൊടുക്കുന്നത്. ആ വാർത്ത കൊടുക്കുന്ന സമയത്ത് ആ വാർത്ത അവസാനിച്ചതിന് പിന്നാലെ എന്നെ തേടിയെത്തുന്ന ഫോൺ കോൾ പത്മകുമാറിന്റേതാണ്. പത്മകുമാർ അക്കാര്യത്തിൽ എന്നോട് പറഞ്ഞത് ശബരിമലയിലെ ഒരു തരി പൊന്ന് ആര് കൊണ്ടുപോയാലും അവർ അനുഭവിക്കാതെ പോകില്ല എന്നുള്ളതാണ്. പിന്നീടാണ് ഈ കേസിൽ ഒരു മണിക്കൂറുകൾ കഴിയുമ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതിയാക്കി SIT കേസെടുക്കുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് താൻ ഇതിൽ പങ്കില്ല, തനിക്കിതിൽ പങ്കേയില്ല എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കേസുമായി ബന്ധപ്പെട്ട് ജയശ്രീ എന്ന ഉദ്യോഗസ്ഥയുമായി സംസാരിക്കാൻ ഇടവരുന്നിരുന്നു. ആ ഘട്ടത്തിലെല്ലാം എന്നോട് പറഞ്ഞത് പറയാനുള്ളത് അന്വേഷണ സംഘത്തിന് മുമ്പിലും കോടതിക്ക് മുമ്പാകെയും പറയും, പക്ഷേ ഇക്കാര്യത്തിൽ എന്റെ വ്യക്തിപരമായ പങ്ക് ഈ കേസിൽ ഇല്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ SIT പറയുന്നത്. കാരണം ചില ഉദ്യോഗസ്ഥരെ കളിപ്പാവകളാക്കി മറ്റു ചില ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് അംഗങ്ങളും ചേർന്ന് നടത്തിയ വലിയ ഗൂഢാലോചനയും തട്ടിപ്പും കൊള്ളയുമാണ് ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണം എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് SIT. അതിന്റെ തോത്, അതിന്റെ അളവ് എത്രത്തോളം എന്ന് മാത്രമേ ഇനി SIT-ക്ക് കണ്ടെത്താനുള്ളൂ. അതിൽ ആരൊക്കെയാണെന്ന് ഒരു ഏകദേശ ഒരു ധാരണയിലേക്ക് ഇപ്പോൾ SIT എത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.